വിജയനഗര സാമ്രാജ്യത്തിൽ ശീതകാലം ആരംഭിച്ചു. ചാറ്റമഴയും ഹരിതാഭമായ പുൽച്ചെടികളും നയനമനോഹരങ്ങളായിരുന്നു. തന്റെ അരമന മുകളിൽ നിന്നുകൊണ്ട് നഗരത്തിന്റെ മനോഹാരിത കണ്ട് ആസ്വദിക്കുകയായിരുന്നു രാജാവ്. ഈ ശീതകാലം ഗംഭീരമായി ആഘോഷിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ഈ വർഷം രാജ്യത്തുള്ള ശില്പികളെ എല്ലാവരെയും ക്ഷണിച്ച് അവരിൽ നിന്നും മികച്ച ശില്പിക്ക് പാരിതോഷികം നൽകാൻ തീരുമാനിച്ചു. രാജസദസ് ആരംഭിച്ചു. രാജൻ, ഇത്തവണ നമ്മുടെ രാജശില്പി വേലായുധന് പാരിതോഷികം നൽകാം. രാജൻ. അരുത് രാജൻ, ഇത്തവണ യഥാർത്ഥ ശില്പിയെ തേടി കണ്ടുപിടിച്ച് പാരിതോഷികം നൽകണം. യഥാർത്ഥ ശില്പിയോ? അങ്ങ് എന്താണ് പറയുന്നത്? യഥാർത്ഥ ശില്പി ശില്പങ്ങൾ മാത്രം കൊത്തിയെടുക്കാതെ അതിൽ തന്റെ ഭാവനകളും കൊത്തിയെടുക്കും. മറ്റുള്ളവരെ കുറിച്ച് വിഷമിക്കുകയില്ല. അങ്ങനെയുള്ള ഉത്തമനായ ഒരു ശില്പിയെ എനിക്കറിയാം. തെന്നാലിരാമൻ പറഞ്ഞതനുസരിച്ച് ആ ഉത്തമനായ യഥാർത്ഥ ശില്പിയെ കാണാനായി രാജാവും മറ്റംഗങ്ങളും തെന്നാലിരാമനോടൊപ്പം വനത്തിലേക്ക് പുറപ്പെട്ടു. അവിടെ കറുത്ത മലഗുഹയിൽ ഒരു ശില്പി അനവധി ശില്പങ്ങൾ കൊത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. രാജാവ് വന്ന് നിൽക്കുന്നത് പോലും അയാൾ ശ്രദ്ധിച്ചില്ല. തന്റെ ജോലി അതീവ ശ്രദ്ധയോടെ തുടർന്ന് ചെയ്തുകൊണ്ടിരുന്നു. അല്ലയോ ശില്പി, എന്താണ് ഈ കൊത്തിക്കൊണ്ടിരിക്കുന്നത്? മഹാരാജൻ, ഇത് വർഷദേവതയുടെ ശില്പമാണ്. മേഘങ്ങളെയും ചാറ്റൽ മഴയെയും കണ്ടുകൊണ്ട് സന്തോഷത്താൽ തുള്ളിച്ചാടും ഈ ദേവത. അതിമനോഹരമായിരുന്ന ആ ശില്പം രാജാവിന് വളരെയധികം ഇഷ്ടപ്പെട്ടു. മഴക്കാലത്തിനുള്ള പാരിതോഷികം നേടാനുള്ള അർഹത ഈ ശില്പിക്കാണെന്നും തീരുമാനിച്ചു. പിറ്റേന്ന് ആ ശില്പിയെ രാജസദസ്സിലേക്ക് ക്ഷണിച്ച് പാരിതോഷികം നൽകപ്പെട്ടു. ഒരു യഥാർത്ഥ ശില്പിയെ കണ്ടുപിടിച്ച് തനിക്ക് പരിചയപ്പെടുത്തി തന്ന തെന്നാലിരാമന് രാജാവ് സമ്മാനം നൽകി അനുമോദിച്ചു. എന്താ കൂട്ടുകാരെ, നമ്മൾ നമ്മുടെ കഴിവുകളെ പോഷിപ്പിച്ചാൽ പണവും പ്രശസ്തിയും താനെ നമ്മെ തേടിയെത്തുമെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? പിറ്റേന്ന് രാജദർബാർ ആരംഭിച്ചു. രാജൻ, അങ്ങയുടെ സന്തോഷത്തിനായി നമ്മുടെ രാജ്യത്ത് കലാപരിപാടികൾ ഏർപ്പാട് ചെയ്യാം. നമുക്ക് യാഗങ്ങൾ നടത്തി പരിഹാരങ്ങൾ ചെയ്യാം രാജൻ. വേണ്ട, എന്റെ സേനകളുടെ വീരസാഹസ കൃത്യങ്ങൾക്ക് ഏർപ്പാടുകൾ ചെയ്യാം മഹാരാജാവേ. ഇവരെല്ലാവരും അഭിപ്രായങ്ങൾ പറയുമ്പോൾ തെന്നാലിരാമൻ മാത്രം മൗനമായി